ലോഡ് കണക്കിന് പടക്കങ്ങൾ നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ വന്നിറങ്ങുകയും പെട്ടി കണക്കിന് ഇവിടെ അടുക്കി വെക്കുകയും ചെയ്ത് നമ്മൾ അതിനോട് ചേർന്നാണ് ഞാൻ എന്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടെ 5 വർഷമായിട്ട് രാവും പകലും ഉറക്കൊഴിഞ്ഞ് ജീവിക്കുന്ന മൂന്ന് വ്യക്തികളാണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടൊക്കെയാണ് പടക്കം ശേഖരിക്കുകയും പറയുന്നത് പൊട്ടാത്ത പടക്കമാണെന്നാണ് പറയുന്നത്. 2 ദിവസം മുമ്പ് DYSP ഉൾപ്പെടെയുള്ളവർ വന്ന് ഇവിടെ പടക്കം പിടിച്ചെടുക്കുന്നതാണ്. 95 കിലോളം പടക്കം പിടിച്ചെടുക്കും. നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടാരയാണ്. കേരളത്തിലെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ആദ്യമായി തുടങ്ങിയതായ ഒരു പടക്കക്കടയുടെ മുന്നിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന ദമ്പതികളാണ് അവര്. ഇവരുടേതായ വിഷയങ്ങൾ വളരെ 6-7 വർഷമായി ഈ സ്ഥാപനം തുറന്നത്. 2023 അവസാനിച്ചതായ ഒരു ലൈസൻസ് ആണ് ഇവർക്കുള്ളത്. പക്ഷെ അത് ഇന്ന് പൂട്ടിയിരിക്കുകയാണ്. താൽക്കാലികമായി ഷട്ടറിട്ടിരിക്കുകയാണ്. അവർ കയറി ഇറങ്ങാത്തതായ സ്ഥലങ്ങൾ ചുരുക്കമാണ്. നിയമരഹിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഈ വ്യാപാരം നിരവധി സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ പടക്ക നിർമ്മാണവും പടക്ക പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടതായ ഒരുപാട് വിഷയങ്ങളാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു വ്യാപാര കേന്ദ്രമാണ് ഈ പടക്കക്കട. ഈ പടക്കക്കടയിൽ അവർ പറയുന്നത് ഈ പടക്കം പൊട്ടുന്നതല്ല, പൊട്ടാത്ത പടക്കമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവരെ സുരക്ഷിതമായി ഇവർക്ക് ജീവിക്കുവാൻ സാധിക്കുമോ? ഈ സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഇവിടെ ഇതിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാട്ടിലെ നമുക്കറിയാം കുറെ മണ്ണും കുറെ വെള്ളവും മാത്രമാണ് ഇവർക്ക് സുരക്ഷിതമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സുരക്ഷിതത്വം പാലിച്ചുകൊണ്ടാണ് ഈ പടക്കക്കട ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവരുടെ ജീവനും ഈ സമൂഹത്തിലെ ഈ നാട്ടിലെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഇവിടുത്തെ ഭരണതന്ത്രങ്ങൾ നിയമജ്ഞരുമാണ്. പോലീസായാലും ഇവരുടെ കളക്ടറേറ്റ് ആയാലും തുടങ്ങിയതായ പഞ്ചായത്തായാൽ പോലും നിസ്സംഗതയാണ് ഇത്രയും കാലവും ഇവരുടെ പ്രവർത്തനങ്ങളില് ഇവരുടെ ആവശ്യങ്ങളില് സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് സത്വരമായ നടപടികൾ ഇതിനെതിരെ ഉണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം. 2023 തീർന്നതായ ഒരു ലൈസൻസ് 2023 മാർച്ചിൽ തീർന്നതാണ്. വീണ്ടും അവിടെ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഇവർ പോകുന്നത്. 6-7 വർഷമായി ഇതിന് പിന്നിൽ പോകുന്നതായ ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ ഇവിടെ പോലീസിനോ ഫയർ ആൻഡ് സേഫ്റ്റിക്കോ കളക്ടർക്കോ താലൂക്കിനോ അതുപോലെ പഞ്ചായത്തിനോ സാധിക്കുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ളതായ ജീവനുകൾക്ക് സുരക്ഷിതത്വം നൽകേണ്ടതായ ഈ ഭരണതന്ത്രം പിന്നെ എന്തിനാണ് എന്നാണ് ഇവരുടെ ആവശ്യം. തീർച്ചയായും എത്രയും വേഗം ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടത് ഇവിടുത്തെ ഭരണതന്ത്രങ്ങളിലേക്ക് നമുക്ക് അവരിലേക്ക് പ്രവേശിക്കാം. നമസ്കാരം. എന്താ പേര്? ഒരു പടക്കക്കടയായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഷയമാണ്. വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു വിഷയമാണ് അല്ലേ? എന്താണ് ഇപ്പോഴുള്ളതായ വിഷയം? ഇപ്പം വിഷയം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ലോഡ് കണക്കിന് പടക്കങ്ങള് നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ വന്നിറങ്ങുകയും പെട്ടി കണക്കിന് ഇവിടെ അടുക്കി വെക്കുകയും ചെയ്ത് നമ്മൾ അതിനോട് ചേർന്നാണ് ഞാൻ എന്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടെ താമസിക്കുന്നത്. എന്റെ മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പുത്തൂർ GHS പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവന് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, അവന് ഉറക്കം, അതാണ് അവൻ മെയിനായിട്ട് പറയുന്നത്. ഇതോടൊരു ചാനൽ എടുത്തപ്പോഴും അവൻ പറയുന്നത് ഞങ്ങൾ കഥവ് തുറന്നിട്ടാണെന്നാണ് ഉറങ്ങുന്നത്. വെച്ചാൽ രാത്രി പോകുന്ന കണ്ടെയ്നർ വണ്ടിയുടെ ടയർ പൊട്ടുന്ന സമയത്ത് ഞങ്ങൾ പല പ്രാവശ്യം ഓടിയിട്ടുണ്ടെന്നാണ് എന്റെ കുഞ്ഞ് പറയുന്നത്. അന്ന് എനിക്ക് ഉറക്കം ശരിയാകുന്ന എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. സാറുമാര് ശ്രേയസ് ഉച്ച കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് മയക്കം വരുന്നൊരു അവസ്ഥയാണ്. ഒന്ന് രാവിലെ ഒത്തിരി നേരം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കുമെന്ന് വെച്ചാൽ കെഞ്ചുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 5 വർഷമായിട്ട് രാവും പകലും ഉറക്കൊഴിഞ്ഞ് ജീവിക്കുന്ന മൂന്ന് വ്യക്തികളാണ്, ഒരു കുടുംബമാണ്. ഇവരോട് പറഞ്ഞിട്ടും ധിക്കാരപരമായ സമീപനം. എന്റെ ഹസ്ബൻഡ് 2019 ഡിസംബർ 3 നാട്ടിൽ വന്നതിന് ശേഷം എന്റെ പടക്കക്കട ഉടമ രഞ്ജിതയുടെ ഹസ്ബൻഡായ മോഹൻദാസ് സാറുമായിട്ട് ഫോൺ സംഭാഷണം നടത്തുകയും പുള്ളിക്കാരൻ പൊട്ടുന്ന പടക്കങ്ങളൊന്നും നിർമ്മിത പടക്കങ്ങളൊന്നും തന്നെ ഞാൻ സൂക്ഷിക്കുന്നില്ല, നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും വരുന്ന ഒന്നും തന്നെ ഇല്ല, പിന്നെ ഗ്യാസ് സിലിണ്ടർ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല, അത് പൊട്ടക്കനുസരിച്ച് 14 നില കെട്ടിടം നിരത്ത് വീഴാനുള്ള കപ്പാസിറ്റിയിൽ നിങ്ങൾ പറയുന്ന എന്തോ ലോജിക്കായിട്ട് സംസാരിക്കൂ, നിങ്ങൾ വണ്ടി ആക്സിഡന്റ് ആവുമെന്നും പറഞ്ഞ് വണ്ടി കയറാതിരിക്കുമെന്നും പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരു നമ്മളെ തരം താഴ്ത്തിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം തരുന്നത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാല് പോലീസ് എസ്കോർട്ടോട് കൂടി കേരളത്തിൽ തുടങ്ങിയ ആദ്യത്തെ പടക്കക്കട ആണ് എന്റെ പടക്കക്കട. 20 ലക്ഷം രൂപയോളം എനിക്ക് ചെലവായി. നിങ്ങൾ ആ ചെലവായ പൈസ തന്നാൽ ഞാൻ പൊക്കോളാം, ഇത്രയും നാൾ ഞാൻ എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭാഷണങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തത്. ഹൈക്കോടതിയിൽ കേസ് ഈ പടക്കക്കട തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന് മുമ്പിട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്തിയതാണ്.
പിന്നെ ഞങ്ങൾ അന്ന് ഇവിടെ താമസമില്ലാത്തതുകൊണ്ട് അയൽവക്കത്തെ പിന്നെ വീട്ടുകാരും അതിനെ ഹസ്ബൻഡ് നാട്ടിലില്ലാത്ത കാരണം ഞാനും ചേർന്ന് ഞങ്ങൾ 3 പേര് ചേർന്ന് കേസ് ഫയൽ ചെയ്ത് നടത്തിക്കൊണ്ട് പോയത്. വിധിക്കുന്നതിന്റെ ഒരാഴ്ചക്ക് മുമ്പിട്ടാണ് പിന്നെ വക്കീൽ കാര്യം മാറിയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ നമ്മൾ കേസ് തോറ്റു. പിന്നെ ഈ ഇടപെട്ട വ്യക്തിക്ക് അനുവാദം കൊടുത്തു റീഓപ്പൺ ചെയ്യാൻ വേണ്ടി. 2 പോലീസ് വണ്ടിയുടെ എസ്കോർട്ടോട് കൂടിയാണ് ഇവിടെ പടക്കക്കട രണ്ടാമത് തുറന്നത്. ആദ്യം തുടർന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും വന്ന് പ്രതിഷേധം മുഖാന്തരം അടപ്പിച്ചു. രണ്ടാമതാണ് ഈ പോലീസ് എസ്കോർട്ടോട് കൂടി തുടങ്ങിയത്. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞതാണ് പോലീസ് എസ്കോർട്ടോട് കൂടി കേരളത്തിൽ തുടങ്ങിയ ആദ്യത്തെ പടക്കക്കട എന്റെയാണെന്നാണ് പുള്ളിക്കാരന്റെ. ഞങ്ങളുടെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ അനുവാദം മേടിച്ചിട്ടില്ല, എന്റെ കയ്യിൽ അനുവാദം മേടിച്ചിട്ടില്ല. ഈ വീട്ടിലും പൊടിക്കുട്ടികളും ഒക്കെ ഉള്ളതാണ്. അച്ഛൻ, അമ്മ, മകൻ, ഭാര്യ, 2 കുട്ടികൾ താമസിക്കുന്നത് ഈ ഭാഗങ്ങളിൽ. എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ പടക്കക്കടയുടെ പിന്നെ കെട്ടിടത്തിന്റെ ഉടമയായ ശ്രീനിവാസന്റെയും അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനിയന്റെ വീട്ടിൽ നിന്ന് മാത്രമേ കൺസെന്റ് കിട്ടിയിട്ടുള്ളതാണ് എന്റെ അറിവ്. കൂടുതലായിട്ട് സമാധാനമായിട്ട് കിടന്നു ഒന്ന് ഉറങ്ങണം രാത്രിയിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ മനസ്സിലെ ആ ഒരു ഭീകരത ഈ പടക്കക്കട ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ച് ഈ ഞങ്ങളെ ഭീകരമായ അന്തരീക്ഷത്തിൽ ഞങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അപേക്ഷിച്ചുള്ളൂ. കൊണ്ട് പുറത്തൊഴിഞ്ഞിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണെന്നും ഞങ്ങൾ പറയാം. എന്ത് സംഭവിക്കാൻ സാറേ, ഏത് നിമിഷവും ഈ കാണുന്ന മുമ്പിൽ കാണുന്ന പ്രഹസനമല്ല. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാ പ്രവേശിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴേ അങ്ങനെ ഒരു വിങ്ങ് വന്ന് നോക്കിയപ്പോഴാണ് ഈ 95 കിലോ അമിട്ട്, വാണം അങ്ങനെയുള്ള നിർമ്മിത പടക്കങ്ങളായ പോലീസ് എടുത്തോണ്ട് പോയി റിപ്പോർട്ട് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും സ്റ്റോപ്പ് മെമ്മോ വന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് മെമ്മോ നിങ്ങൾ പഞ്ചായത്തിൽ നിന്നും മേടിച്ചു തരാൻ പറഞ്ഞപ്പോ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഗോത്രസേന പഞ്ചായത്ത് നമ്മൾ ഇടപെടുകയും ഒരു 2 ദിവസം അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്യോഗസ്ഥരെ ഇതാക്കാൻ ഇതെങ്കിലും ഇപ്പോൾ പിന്നെ എന്റെ ഹസ്ബൻഡ് ഇവിടെ പഞ്ചായത്തിൽ പറഞ്ഞത് കാരണം സെക്രട്ടറി വിളിച്ചു പറഞ്ഞ് അടച്ചിട്ടേക്കുവാണ്. ഇതിന്റെ വരുംവരായികളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് അടഞ്ഞു കിടക്കുന്നു, ക്ലോസ്ഡ് അല്ല, കൂട്ടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടച്ചിട്ടിരിക്കുന്നു എന്നാണ്. ഇനി റീഓപ്പൺ ചെയ്യുന്നോ എടുക്കുന്നോ എന്ന് നമ്മളെ പറ്റി യാതൊരു അറിവും നമുക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഈ ഒരു മരണത്തിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞിനെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങളുടെ ഒരു മകള് 2014 ഒക്ടോബർ 8 മരിച്ചതാണ്. ഒരു പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്ക്. ഇനി ഞങ്ങളുടെ മകനെ എങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാൻ സാറേ. പണത്തിന് വേണ്ടി പരുന്തും പറക്കില്ലല്ലോ. അതുപോലെ രാഷ്ട്രീയ സ്വാധീനങ്ങളും. ഇതാണോ ഇത് ഇത് കേരളം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനമാണ്, സർവീസാണ് ജനാധിപത്യം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് എന്ത് സർവീസാണ് സാറേ ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ എന്ത് സർവീസാണ് ഇവിടെ നടക്കുന്നത്? പോലും ഇല്ലാത്ത ഇവിടെ പോലീസുകാർ നോക്കിയപ്പോൾ ബില്ല് പോലും ഇല്ല. ഇതിനകത്ത് ചോദിച്ചപ്പോ അവിടെ കളക്ടറേറ്റ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന് പറയുന്നത് 500 കിലോ പിന്നെ ചൈനീസ് പടക്കത്തിന് മാത്രം അലൗഡ് ഉള്ള ഇവിടെ ഈ നിർമ്മിത പടക്കത്തിന് ഇപ്പൊ എന്താ 100 കിലോയുടെ ഒരു 100 കിലോ എക്സ്ട്രാ വേണമെന്നും പറഞ്ഞുകൊണ്ട് അവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് ഇവിടെ പിന്നെ ADM ബില്ലാറാണി അവരുടെ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയതാണ്. അന്നേരം ഞങ്ങളുടെ ഹിയറിംഗിന് പുത്തൂർ വില്ലേജ് ഓഫീസർ, ഞാൻ, എന്റെ ഹസ്ബൻഡ്, പിന്നെ ശ്രീനിവാസൻ, പിന്നെ ബിൽഡിംഗ് ഓണർ, ഈ പടക്കക്കടയുടെ ഉടമയുടെ ഭർത്താവ്, ഇവര് 4 പേരെ ഹിയറിംഗിനെ വിളിപ്പിച്ചപ്പോൾ പറഞ്ഞത് 500 കിലോ ചൈനീസ് പടക്കത്തിന് അവർ കൊടുക്കുന്നു, 100 കിലോ എക്സ്ട്രാ ചോദിച്ചത് കൊടുക്കണ്ടെന്നാണ് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടെന്നാണ് ബീനാറാണിയാണ് പറഞ്ഞത്. പിന്നെ ലൈസൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെല്ലുമ്പം അവര് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അത് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവിടെ ചോദിക്കുമ്പോൾ ADMന്റെ പിന്നെ കളക്ടറേറ്റ് ചോദിക്കുമ്പോൾ അവിടെ പറയും പഞ്ചായത്തിൽ ചെല്ലുമ്പം പിന്നെ അവിടെ ഇവിടുത്തെ റിപ്പോർട്ട് അവിടെ കിട്ടട്ടെ, അവിടുത്തെ റിപ്പോർട്ട് ഇവിടെ കിട്ടുന്നത് നമ്മളെ ഓഫീസുകളോളം കയറ്റി ഇറക്കി നടത്തുകയാണ് ഇത്രയും നാൾ കൊണ്ട്. അങ്ങനെ പിന്നെ ഏകദേശം മാർച്ച് 31-ാം തീയതി പിന്നെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. അതിനും മേലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് നമ്മൾ ഇത്രയും ഇതായിട്ട് എഫേർട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ എഫേർട്ടിന് പിന്നെ വില കൽപ്പിക്കേണ്ടത് ഈ ഭഗവാനാണല്ലോ. അതുകൊണ്ട് ആ ഒരു സ്ഥാനത്ത് നിന്ന് ഞാൻ നമ്മുടെ അധികാരികളോട് തന്നെ പറയുകയാണ്, നിങ്ങളെ ആ ഒരു സ്ഥാനത്ത് ഞങ്ങളെ കണ്ട് പറയുകയാണ്, ഞങ്ങളെ ജീവനും സ്വത്തിനും
സംരക്ഷണം ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. താമസിക്കുന്ന വീടിനോട് ചേർന്ന് പടക്കട പ്രവർത്തിക്കുന്നു. അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു വർഷത്തിന്മേൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടൊക്കെയാണ് പടക്കം ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. ഓണറോട് ചോദിക്കും പറയുന്നത് പൊട്ടാത്ത പടക്കമാണെന്നാണ് പറയുന്നത്. ഒരു 2 ദിവസം മുമ്പ് SPO DYSP ഉൾപ്പെടെയുള്ളവർ വന്ന് ഇവിടെ പടക്കം പിടിച്ചെടുത്തിട്ടുള്ളതാണ്. 95 കിലോളം പടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്, പൊട്ടാത്ത സാധനമല്ല. പടക്കം പൊട്ടിക്കാനുള്ളതല്ലേ? പടക്കം പൊട്ടിക്കാനുള്ളതാണ്. പക്ഷെ ഇവർ പറയുന്നത് പൊട്ടാത്ത പടക്കങ്ങൾ, അതായത് കമ്പിത്തിരി അങ്ങനെയുള്ള സാധനങ്ങളാവണമെന്നാണ് പറയുന്നത്. പക്ഷെ സെയിൽ ചെയ്യുന്നതൊക്കെ ഒലപ്പടക്കങ്ങളും അമിട്ടും ഗുണ്ടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇത് എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇത് ഏകദേശം ഒരു 6 വർഷത്തോളമായി. 6 വർഷത്തോളം. അത് തുടങ്ങിയ സമയത്ത് ഇവിടെ ഞാനൊരു പ്രവാസിയായിരുന്നു, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വൈഫ് ആശ്രയ ജോലി ചെയ്യായിരുന്നു ജോസാറിന്റെ. അതിനാൽ കുടുംബത്തിൽ നിന്നാണ് വൈഫ് പോയിക്കൊണ്ടിരുന്നത്. ഇത് അടച്ചിട്ടിരുന്നതായിരുന്നു, നമ്മളിവിടെ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇവര് രാത്രിക്ക് രാത്രി ബൗണ്ടറി എടുത്ത് കളഞ്ഞ് വിട്ടോട് ചേർത്ത് ഇന്റർലോക്ക് ഇട്ട് മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാം അകത്ത് വരും. ഞങ്ങൾ ജീവിതം തന്നെ വളരെ കഷ്ടത്തിലാണ്. നിരവധി പരാതി ഉദ്യോഗസ്ഥർ പറഞ്ഞ്. എവിടെയൊക്കെ കൊടുത്ത പരാതികൾ താലൂക്കിലെ, വില്ലേജിലെ, പഞ്ചായത്തിലെ, കളക്ടറേറ്റിലെ, മനുഷ്യാവകാശ കമ്മീഷന്, ഇതൊക്കെ പറയാത്ത കോടതിയുടെ ഉത്തരവ് വരെ, ഹൈക്കോടതി ഉത്തരവ് വരെ ഉണ്ട് നമ്മുടെ കൊടുത്തതിന് ശേഷം അവരിവിടെ അന്വേഷണം കടയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അന്വേഷണം നടത്തി ADM സ്ഥലം സന്ദർശിച്ചാണ്. എന്നിട്ട് ഹീറിംഗ് വിളിപ്പിച്ചു. അതായത് പോയിരുന്നു അന്ന്, അതായത് 13/7/2013 നമ്മള് ADM പരാതി കൊടുത്തു. നമ്മള് ഹീറിംഗ് വിളിപ്പിച്ചു. 2 പേരും ചെന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് നിർമ്മിത പടക്കം 100 കിലോയുടെ വെക്കാൻ ചോദിച്ചിരുന്നു. 500 കിലോ ചൈനീസ് പടക്കത്തിനാണ് അലൗഡ് ഉണ്ടായിരുന്നത്. 600 കിലോ ചോദിച്ചപ്പോൾ ബീനാറാണി ADM ആയിരുന്നു. ബീനാറാണി പറഞ്ഞു 600 കിലോ വരാൻ പറ്റത്തില്ല, 500 കിലോയ്ക്ക് നിങ്ങൾക്ക് അലൗഡ് ഉള്ളൂ, ചൈനീസ് പടക്കത്തിന് മാത്രമേ അലൗഡ് ഉള്ളൂ, അതേ ഉള്ളൂ എന്ന് പറഞ്ഞ് 2 പേരെ തിരിച്ചുകൂടി ചെയ്തിട്ടുള്ളത്. ഇതുവരെ ലൈസൻസ് കൂടി കൊടുത്തിട്ടില്ല. പിന്നീട് കൊടുത്തിട്ടില്ല. മാർച്ച് ലാസ്റ്റ് തീർന്നതാ. ഒരു വർഷത്തിൽ മേലായി. ആൾ ഉപരാസം വെച്ച് ചോദിച്ചു, പഞ്ചായത്തിൽ ചോദിച്ചു, സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടോ? 1 വർഷത്തിൽ മേലെ ലൈസൻസ് വെച്ചിട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടോ? ഇല്ല. ലൈസൻസ് പുതിയ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അങ്ങനെ ചോദിച്ചു. അവര് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. എന്നിട്ടും രാവിലെ തുറന്നതാ. പിന്നെ നമ്മൾ പ്രസിഡന്റിനെ കണ്ടിട്ടാണ് ഇപ്പൊ അടച്ച് തൽക്കാലത്തേക്ക് അടച്ചേക്കുവാണ്. പ്രസിഡന്റ് അത് ഓണറെ വിളിക്കുകയും അപ്പൊ പറഞ്ഞ് കളക്ടറുടെ പരിഗണനയിലാണ്. ഇപ്പൊ 1 വർഷത്തിൽ മേലായിട്ട് കളക്ടർ പരിഗണനയിലാണ്. നമ്മുടെ ജീവന ഭീഷണിയാണ് നമുക്ക് കളക്ടർക്ക് പരാതി കൊടുക്കുന്നത്. 1 വർഷം കഴിഞ്ഞിട്ടും പറയാം കളക്ടർ പരിഗണനയിലാണ്. 5 വർഷം വരെ അവർക്ക് ഇത് പൈസ അടച്ചു കഴിഞ്ഞാൽ തുടരാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് നീതിയ സാധാരണക്കാർ ലഭിക്കും? 5 വർഷം വരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലീസ് ഓഫീസർമാർ വന്ന് അന്വേഷിച്ചോ? പോലീസ് നമ്മൾ SP പരാതി കൊടുത്ത പ്രകാരമാണ് ഇവിടെ വന്ന് പടക്കമൊക്കെ പിടിച്ചെടുത്തു. പിടിച്ചെടുത്തായിരുന്നു 9 സാധനം പിടിച്ചെടുത്തു. കേസ് എടുത്തെന്ന് പറയുന്നു. പോലീസിന് എടുക്കുന്ന സമയത്ത് ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ എന്താ സാധാരണക്കാരനെ നീതി ലഭിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇന്നലെ ഇതുപോലെ തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോഴും അടിക്കാത്ത പടക്കം കൊണ്ട് മുന്നോട്ട് ഇറക്കുക. ഇവര് കാര്യമാക്കി മാറ്റണം എന്ന് പറഞ്ഞേക്കുന്നു. പഞ്ചായത്തിന് പറഞ്ഞേക്കുന്നു, സ്റ്റോപ്പ് വയ്യാത്ത പറഞ്ഞേക്കുന്നു. നിങ്ങൾ ഇവിടെ സാധനങ്ങൾ എടുത്ത് സുരക്ഷിത സ്ഥാനത്ത് മാറ്റണം, ലൈസൻസ് കിട്ടുന്നവരെ എന്ന് പറഞ്ഞിട്ട് പോലും അവർ ഇന്നലെ പടക്കം കൊണ്ടുവന്ന് ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? പഞ്ചായത്തിന് അവർക്ക് വിലയില്ല എന്നുള്ളതാണ്. പഞ്ചായത്ത് പറഞ്ഞിട്ട് പോലും അവർക്ക് അതിന് പുല്ല് വിലയാണെന്ന് നടത്തുന്നത്. ഈ ഒരു സ്ഥാപനം എവിടെയാണ്? പാങ്ങോട്, കൊട്ടാരക്കര താലൂക്ക്, പുത്തൂർ ജില്ലയില് പവിത്രാശ്രമം പഞ്ചായത്ത്, പാങ്ങോട് കാശി ഫാക്ടറിക്ക് സമീപത്താണ്. ഈ സ്ഥാപനം നടത്തുന്ന എവിടെയുള്ള ആളാണ്? സ്ഥാപനം കൊല്ലം കിളിക്കല്ലൂര് വാണി നിവാസി രജിതയുടെ പേരിലാണ് കിടക്കുന്നത്. കിളിക്കല്ലൂരാണ് ഉടമസ്ഥൻ. ഇത് വാടകയ്ക്കാണ് നടക്കുന്നത്. ഇവര് പറയുന്നത് നമ്മൾ വേണമെങ്കിൽ മാറി താമസിക്കും. നമ്മൾ വർഷങ്ങളായി പറയുന്നു ഈ പടക്കടക്കാരൻ ഉടമസ്ഥനായ നമ്മൾ ഈ വസ്തു 50 വർഷത്തിൽ പഴക്കമുള്ള കിട്ടുക നമ്മുടെ സ്വന്തമാണ്. അവിടെ നമ്മൾ ഇദ്ദേഹത്തിന് വേണ്ടി മാറിക്കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഇതിനകത്ത് മറുപടി പറയുന്നത്? പഞ്ചായത്തിൽ പഞ്ചായത്തുകാരിന്ന് വിളിച്ചു, ഇവരെ വിളിപ്പിച്ചില്ല, ഫോണിൽ വിളിച്ചേയുള്ളൂ. നമ്മൾ പഞ്ചായത്തിൽ പോയി പ്രസിഡന്റിനെ കണ്ട് പ്രസിഡന്റ് ഫോണിൽ വിളിച്ചു പറഞ്ഞത് പഞ്ചായത്ത് സ്റ്റോപ്പ് കൊടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അടയ്ക്കുന്നില്ല? അപ്പോൾ കളക്ടർ പരിഗണനയാണ്. അത് കളക്ടറുടെ പരിഗണന ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ലല്ലോ. അത് ലൈസൻസ് കിട്ടിയതിന് ശേഷം ബാക്കി കാര്യം തൽക്കാലം നിങ്ങൾ അടച്ചിടുക എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തൽക്കാലം അടച്ചേക്കും. പഞ്ചായത്ത് ഇപ്പൊ ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇല്ല, പഞ്ചായത്തും കൊടുത്തില്ല, കളക്ടറേറ്റിനും കൊടുത്തിട്ടില്ല ഇതുവരെ. ഇത് തുറന്നു കൊടുത്തില്ല. ഇത് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരാതിപ്പെടുന്നു, ഇവര് നമ്മളെ കുട്ടികളായിട്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സത്യം പറയാൻ ഉറങ്ങാറ് പോറില്ല രാത്രി. പേര്? എന്റെ പ്രദീപ് കുമാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യയും മകനും ഉണ്ട്.
വീടാന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു പോകാറായി കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് പഴയ വീടാണ്. ഇതിനോട് ചേർന്നാണ് 3.5 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഉറക്കമില്ല ഇപ്പോഴും? ഉറങ്ങാറില്ല. എപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം ഉണ്ടാവും വീട്ടുകാർക്ക് എല്ലാവർക്കും അല്ലേ? എന്താ ഇനി അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ? ആവശ്യം സാറേ ഇത് മാറ്റി സ്ഥാപിക്കണം. ഇവിടെ ഇപ്പൊ ഇല്ലാതെ പടക്കം ആവശ്യക്കാർ എവിടെ ആയാലും മൊബൈൽ വാങ്ങിക്കും. നമ്മൾ താമസ ഏരിയയിൽ നിന്ന് മാറ്റുന്നതല്ലേ നല്ലത്. അത് നമ്മൾ ഇദ്ദേഹത്തെ പറയുമ്പോൾ ഞാൻ വാടകയ്ക്ക് എടുത്തതാണ്, ഞാൻ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മറുപ്പ് എന്നൊക്കെ പറയുന്നത് ശരിയായ നടപടിയാണ്. ഇത്രയും അടുത്ത് ഇത് സ്ഥാപിച്ചപ്പോൾ നിങ്ങളുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളുടെ ആരുടെയും പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. ചുറ്റുള്ളവരുടെ വാങ്ങിച്ചു, അപ്പുറത്തായിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല. 1-2 പേരുടെ മാത്രമേ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. ലൈസൻസ് കൊടുക്കുമ്പോൾ ആ ഒരു അപേക്ഷയിൽ ഇത്ര ചുറ്റുപാടിലുള്ളതായ ആൾക്കാരുടെ കൺസെന്റ് വേണം. കൺസെന്റ് വേണം. പക്ഷെ നമ്മുടെ ഇത് മാറ്റി സ്ഥാപിക്കാൻ ചേർന്നാൽ വളരെ ഉപകാരം.